മലമുകളിലെ പാറയിടുക്കിൽ നിന്ന് തുള്ളി തുള്ളിയായി ഒഴുകിയിറങ്ങുന്ന ശുദ്ധമായ തണുത്ത വെള്ളത്തുള്ളികൾ. ഗോപിച്ചേട്ടൻ്റെ പറമ്പിലെ ഈ ഓലിയിൽ നിന്ന് ഏത് വേനലിലും വെള്ളം കിട്ടും. പ്രകൃതി നൽകിയ ഈ നിധിയെ തൻ്റേത് മാത്രമാക്കി വെക്കാൻ ഗോപിച്ചേട്ടൻ തയ്യാറായില്ല. വേനലിൽ വെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടുന്ന പരിസരവാസികൾക്കും ഓലിയിൽ നിന്ന് ജലമെടുക്കാൻ അനുവാദം നൽകി. ഗോപി തരുന്ന വെള്ളമാണ് ഞങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളം. വേറെ ദൂരോട്ടൊന്നും പോയി കൊണ്ടുവരാനുള്ള പ്രാപ്തിയൊന്നും ഞങ്ങൾക്കില്ല. ശരീരമൊന്നും പൊങ്ങുകയില്ല. ഞങ്ങൾക്ക് വെള്ളം എടുത്തുകൊണ്ട് നടന്നു വരാൻ പറ്റിയാൽ ഇവിടുന്ന് ഈ ഇത്രയും വെള്ളം കോരുന്നുണ്ട്. രാവിലെ ആണേലും പകലാണേലും. ഇപ്പോൾ ഈ വേനലായതുകൊണ്ട് ഇപ്പോൾ ഈ വേരിത്താണേലും വന്ന് ഞങ്ങളിങ്ങനെ കോരി കോരി വെക്കും. മണിക്കൂറിൽ 2-3 കുടം വെള്ളം മാത്രമേ ഓലിയിൽ നിന്നും ഊറി ഇറങ്ങുകയുള്ളൂ. അതിനാൽ ജലമെടുക്കാൻ സ്വന്തം കുടുംബത്തെ ഉൾപ്പെടെ ചേർത്ത് ഗോപിച്ചേട്ടൻ ടൈം ടേബിൾ തയ്യാറാക്കി. ഓലി സ്വന്തം പറമ്പിലാണെങ്കിലും ഈ ടൈം ടേബിൾ പാലിച്ച് മാത്രമേ ഗോപിച്ചേട്ടനും വെള്ളമെടുക്കാൻ കഴിയുള്ളൂ. ഇവിടെ ഒരു 10-30-40 കുടുംബക്കാർ വെള്ളം നിലവിൽ ഓൾറെഡി കോരിക്കൊണ്ടിരുന്നതാണ്. അത് നവംബർ ഡിസംബർ മാസം മുതലേ ആൾക്കാരിങ്ങ് വരും. ഇപ്പം ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിലായി. ഇപ്പോൾ ആൾക്കാർ ശകലം കുറഞ്ഞിട്ടുണ്ട്. കാരണം വെള്ളം വെച്ച് ലഭ്യത കുറവ് വരുന്നത് കൊണ്ട് രാവിലെയും വരും വൈകിട്ടും വരും. ഓലി നമ്മുടെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾ ഇവിടെ വരുമ്പോഴത്തേന് മൂന്നാമതേ ഞങ്ങൾ വരുന്നെങ്കിൽ മൂന്നാമതേ ഞങ്ങൾ പോരുന്നത്, നാലാമതേ ഞങ്ങൾ കലം കൊണ്ടുവെക്കുന്നെങ്കിൽ ഞങ്ങൾ നാലാമതേ പോരുന്നത്. ഈ 3 കൂട്ടരും കോരി മാറിയതിൻ്റെ ശേഷം മാത്രമേ നാലാമത് ഞങ്ങൾക്ക് ടേൺ വരുള്ളൂ. ആ സമയത്താണ് നമ്മൾ പോരുന്നത്. അവനവനിലേക്ക് ചുരുങ്ങുന്ന മനുഷ്യരുടെ ലോകത്ത് ഗോപിച്ചേട്ടനെ പോലെയുള്ളവർ നന്മയും മനുഷ്യത്വവും എന്തെന്ന് സ്വന്തം പ്രവൃത്തിയിലൂടെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ഈ ഉറവയും ഈ മനുഷ്യനും ഒരുപോലെയാണ്. ഉറവയിൽ ജലം വറ്റുന്നില്ലെങ്കിൽ ഈ മനുഷ്യനിൽ നന്മയും വറ്റുന്നില്ല. 9 ഏക്കറിൽ നിന്നും നന്ദുഷായ്സ്, മാതൃഭൂമി ന്യൂസ്, കുമളി.